പാലക്കാട് ചിറ്റൂർ പുഴയിൽ കാണാതായ 2 വിദ്യാർത്ഥികളും മരിച്ചു. ഷൺമുഖം കോസ്വേയുടെ വശത്തുള്ള ഊവിലാണ് ഇവർ ഒഴുക്കിൽപ്പെട്ടത്. ഇരുവരും കോയമ്പത്തൂർ സ്വദേശികളാണ്. ശ്രീ ഗൗതം, അരുൺ എന്നിവരാണ് മരിച്ചത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഏറ്റവും ദുഃഖകരമായ വാർത്ത തന്നെയാണ്. രണ്ടുപേരും ഒഴുക്കിൽപ്പെട്ടപ്പോൾ തന്നെ തിരച്ചിൽ ആരംഭിച്ചതാണ്. ആദ്യം ഒരാളെ കണ്ടെത്തി, പക്ഷേ മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ആൾ മരിച്ചതായി തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒഴുക്കിൽപ്പെട്ട 2 വിദ്യാർത്ഥികളും മരിച്ചു അല്ലേ? തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ കാര്യമാണ്. ഒഴുക്കിൽപ്പെട്ട 2 പേരെയും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഉച്ചയോടുകൂടെയാണ് ഇത്തരത്തിൽ കോയമ്പത്തൂരിലെ കർപ്പകം കോളേജിലെ വിദ്യാർത്ഥികളായ 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടതായി നാട്ടുകാർ ഫയർഫോഴ്സിനെയും മറ്റുമൊക്കെ വിവരം അറിയിക്കുന്നത്. അതായത് ഈ കർപ്പകം കോളേജിൽ നിന്ന് 10 അംഗ സംഘമായിട്ടാണ് വിദ്യാർത്ഥികൾ അവധി ആഘോഷിക്കുന്നതിന് വേണ്ടി ഈ ചിറ്റൂർ പുഴയുടെ ഭാഗത്തേക്ക്, ചിറ്റൂരിന്റെ ഭാഗത്തേക്ക്, അവിടുത്തെ ഷൺമുഖം കോസ്വേയുടെ ഭാഗത്തേക്ക് എത്തുന്നത്. തുടർന്ന് വിദ്യാർത്ഥികൾ ഈ പുഴയിലെ വെള്ളത്തിൽ ഇറങ്ങുകയായിരുന്നു. ആ സമയത്ത് പെൺകുട്ടികൾ ഉൾപ്പെടെ ആ സംഘത്തിൽ ഉണ്ടായിരുന്നെങ്കിലും 2 വിദ്യാർത്ഥികൾ പെട്ടെന്ന് ഒരു ഓവിലേക്ക്, ഈ വെള്ളം ഒഴുകി പോകുന്ന ഓവിലേക്ക് അവർ ആ ഒഴുക്കിലേക്ക് പതിക്കുകയായിരുന്നു. അതിൽ ശ്രീ ഗൗതം എന്ന വിദ്യാർത്ഥിയെ ഉടൻ തന്നെ നാട്ടുകാർ തന്നെ അത് കണ്ട്, ആ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടത് കണ്ട് അവർ പിടിച്ച് കരയ്ക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ നടത്തി. ഒടുവിൽ ഫയർഫോഴ്സിനെ, നാട്ടുകാർക്ക് ഒറ്റയ്ക്ക് അതിന് സാധിക്കാതെ വന്നതോടുകൂടെ നാട്ടുകാർ ഫയർഫോഴ്സിനെ ഉൾപ്പെടെ വിവരം അറിയിച്ചു. അങ്ങനെ ഫയർഫോഴ്സ് മറ്റും നടത്തിയ ശ്രമത്തിനൊടുവിൽ ആ വിദ്യാർത്ഥിയെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ശ്രീഗൗതം എന്ന വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ ഈ അരുൺ എന്ന വിദ്യാർത്ഥിയെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. ഇപ്പോൾ ആ ഓവിനുള്ളിൽ അരുൺ എന്ന വിദ്യാർത്ഥി ഉണ്ട്. ആ വിദ്യാർത്ഥി അവിടെ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ആ വിദ്യാർത്ഥിയുടെയും ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും കോയമ്പത്തൂരിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാടിന്റെ ഈ പാലക്കാടൻ അതിർത്തി ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള കോളേജുകളിൽ നിന്ന് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ പാലക്കാട്ടേക്ക് അവധി ആഘോഷിക്കാൻ എത്തുന്നത് ഇതിപ്പോൾ ആദ്യ സംഭവമല്ല. നിരവധി തവണയായി വിദ്യാർത്ഥികൾ പലയിടങ്ങളിലായി, പ്രത്യേകിച്ച് ചിറ്റൂർ പുഴയിലും ഒപ്പം വാളയാർ ഡാമിലും ഒക്കെ ഇങ്ങനെ വിദ്യാർത്ഥികൾ അവധി ആഘോഷിക്കാൻ എത്തുകയും വെള്ളത്തിൽ പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഈ ഒരു വിദ്യാർത്ഥിയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ തീവ്ര ശ്രമമാണ് നടത്തിയത്. പക്ഷേ ആ ശ്രമങ്ങൾക്കൊടുവിലും വിദ്യാർത്ഥിയെ കണ്ടെത്താൻ, വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ചിറ്റൂർ കോസ്വേയിലെ അപകടത്തിൽ 2 വിദ്യാർത്ഥികളും മരിച്ചു. അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.